ഹലോ, നമസ്കാരം. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പയ്യന്നൂർക്ക് പോവുകയാണ്. പയ്യന്നൂർ സഹകരണ ഹോസ്പിറ്റലിലേക്ക്. അമ്മ ഇന്നലെ അവിടെ അഡ്മിറ്റായി. അമ്മ ഇന്നലെ ഒരു 11 മണിയാകുമ്പോൾ അല്ലേ, 11 മണിയാകുമ്പോൾ അമ്മക്കൊരു ഇന്നലെ മിനിയാന്നേ ഉണ്ടായിന് അല്ലേ, അല്ല, ഇന്നലെ രാവിലേക്ക് അല്ലേ, ഇന്നലെ രാവിലേക്ക് ഒരു തലകറക്കം, അതുപോലെ തന്നെ ചെറിയ പനി ഇതെല്ലാം ആയിട്ട്. അപ്പോൾ ഏർത്തിക്കും ഉണ്ടായിന് അല്ലേ, ഏർത്തിക്കും പനിയെല്ലാം ഉണ്ടായിന്. അപ്പോൾ അവരെ രണ്ടാളും കൂട്ടിട്ട് എന്നിട്ട് നേരെ ഹെൽത്തിൽ പോയി കാണിച്ചു. ഏട്ടൻ പോയി കാണിച്ചത്. അപ്പോൾ ഹെൽത്തിൽ നിന്ന് നോക്കിയാലും ഡോക്ടർ പറഞ്ഞു അമ്മക്ക് പിന്നെ ചെറിയ ഓക്സിജൻ്റെ കുറവുണ്ട്. അപ്പോൾ നേരെ പിന്നെ വേറെ ഹോസ്പിറ്റലിൽ കാണിക്കണം പറഞ്ഞിട്ട് നേരെ സഹകരണ ഹോസ്പിറ്റലിൽ പയ്യന്നൂരേക്ക് പോയി. അപ്പോൾ അവിടെ നമ്മളെ അവിടുത്തെ മെഡിസിൻ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ചെറിയ മറ്റേ ഇതുണ്ടായില്ലേ അല്ലേ, ഓക്സിജൻ്റെ കുറവുണ്ട് അല്ലേ, ഓക്സിജൻ്റെ കുറവ് അപ്പോൾ ഉണ്ട്. ഞാനങ്ങ് ഡ്യൂട്ടിക്ക് പോയി. അപ്പോ ലത പിന്നെ പയ്യന്നൂരുണ്ടായിനി. അവളിനെ കൂട്ടിയിട്ട് കയ്യിലെ കെട്ടയക്കാൻ വേണ്ടിയിട്ട് ലത അങ്ങോട്ട് പോയിനി. അതുകൊണ്ട് ലത ആടെ ഉണ്ടായിനി. ഏട്ടനെ കൂട്ടി പോയിനി. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഒരു ദിവസം അഡ്മിറ്റ് ആവണമെന്നാ പറയുന്നു. അപ്പോ ഇപ്പൊ ഇനി ഇന്ന് നോക്കിയിട്ട് പിന്നെ അഡ്മിറ്റ് ഇനി കൂടുതൽ നീട്ടണോ എന്ന് ഇപ്പം 10 മണിയാവും അല്ല ഡോക്ടർ വരെ, 10-11 മണിയാവും ഡോക്ടർ വരെ. അപ്പോൾ ഡോക്ടറെ നോക്കിയിട്ട് ഇനിയിപ്പം പറയാൻ കഴിയില്ല. ഏതായാലും നമുക്കൊരു കഷ്ടകാലാണല്ലേ, ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളും വരുന്ന എന്താ പറയാ ഒരാളെ അവസ്ഥയിലല്ലേ. അപ്പോ നേരെ എന്നാൽ പയ്യന്നൂർ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് നമ്മനെ കാണാൻ. അച്ഛൻ നമ്മ പോയിട്ട് വരാം. അച്ഛനാകെ വിഷമായി. അച്ഛൻ അമ്മയില്ലാതെ അച്ഛൻ അങ്ങനെ ഒറ്റക്ക് നിൽക്കയില്ല. പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, പനിയാണ്. ഇന്ന് ഡോക്ടർ ഇപ്പം നോക്കും. 10 മണിക്ക് വന്നിട്ട് നോക്കിയിട്ട് ഇപ്പം പറയാൻ കഴിയുള്ളൂ. ഇന്നലെ ഡോക്ടറെ നോക്കിയിട്ട് പിന്നെ ഇന്ന് ഒരു ദിവസം നിൽക്കണമെന്നാ പറഞ്ഞിട്ടും വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആക്കും. നമ്മ ഏതായാലും പോയിട്ട് വരാം. അങ്ങനെ അമ്മ സഹകരണ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. എത്ര റൂം? 67. അമ്മയുടെ കിടക്കുന്നുണ്ട് എന്നാ പറഞ്ഞ ഡോക്ടർ? എന്ന് പറഞ്ഞു പ്രശ്നമൊന്നുമില്ലല്ലോ അമ്മ? ക്ഷീണുണ്ടാ? രാവിലെ എന്താ കഴിച്ചിനി? ചാവടിച്ചിട്ടേ കുറച്ച് ക്ഷീണമുണ്ട് അത്ര നമുക്ക് അല്ലേ. സോപ്പ് മുറുക്ക് നമ്മ കൊടുക്കും. മതി. ഒരു വർഷം കൊണ്ടാ ഏട്ടന് കൊടുക്കും. ഏട്ടന് കൊടുക്കും. ഏട്ടന് കൊടുക്കാൻ നീ നമ്മൾ ബാക്കി രുചിയില്ലേ?
വായിക്ക് രുചിയെല്ലാം ഉണ്ടല്ലോ ഉണ്ടല്ലോ. അമ്മ ആകെ ക്ഷീണം പിടിച്ചു അല്ലേ? ഛർദി അല്ലേ? പൊറോട്ട ഛർദിച്ചു അല്ലേ? ഛർദിച്ചിനല്ലേ പൊറോട്ട? ആ കുറച്ചിതായി ഭക്ഷണം കഴിക്കുമ്പോൾ ശരിയാവും. പെട്ടെന്ന് ബി പി കുറഞ്ഞതാ ഇനിയാന്നല്ലേ? പനിയൊന്നുമില്ലല്ലോ? ഇല്ല അല്ലേ? ഭക്ഷണം നേരത്തെ കഴിക്കുമ്പോൾ ശരിയാവും. തിന്നോ. അപ്പോ സമാധാനമായി കേട്ടാ. അപ്പൊ ഇന്ന് ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട്. ക്ഷീണോട് എത്ര നമുക്ക്, എന്നാലും ഭക്ഷണം കഴിക്കുമ്പോൾ ശരിയാവും.